ഈ കാണുന്ന കാർഡ്ബോർഡ് പെട്ടികളൊക്കെ എന്തിനാ ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കണമെന്ന് വെച്ചാലേ കുറേ നാളുകളായിട്ട് ഉണ്ടായിരുന്ന നൈനിക്കുട്ടിയുടെ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനാണ് കേട്ടോ. ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു കിച്ചൺ സെറ്റാണ്. അത് ഞാൻ മുന്നേ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം. പക്ഷേ അത് ചെറുതാണ്. അതുകൊണ്ട് തന്നെ അതിൽ പാത്രങ്ങളും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും കൊള്ളണില്ല എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വലുതുണ്ടാക്കി തരാനായിട്ട് കുറേ നാളായി പറയണു. അപ്പോൾ ഈ കാർഡ്ബോർഡ് പെട്ടികൾ ഞാൻ എടുത്തു വയ്ക്കാൻ തുടങ്ങിയിട്ടും കുറേ നാളുകളായിട്ടാണ്. ഇതുവരെ പക്ഷെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൊറിയറൊക്കെ വരുന്ന കാർഡ്ബോർഡ് പെട്ടികളൊന്നും ഞാൻ കളയാറില്ല കേട്ടോ. എല്ലായിടത്തും സൂക്ഷിച്ച് വയ്ക്കും, ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ എടുത്ത് വെച്ച് സ്ഥലമില്ലാതെ ആയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കബോർഡ് ഉണ്ടാക്കണത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാർഡ്ബോർഡ് പെട്ടികൾ ബാക്കി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ എടുത്തേക്കണതും. അന്ന് ഈ കാർഡ്ബോർഡ് വെച്ചിട്ടൊക്കെ കബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഉള്ളതിൽ വലിയ 2 കാർഡ്ബോർഡ് പെട്ടി എടുത്തിട്ട് താഴത്തെ ഭാഗം സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വാൾപേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് പാർട്ടീഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് വേറെ 2 ബോക്സ് പോലെ ഉള്ളത് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ 2 പീസാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സിങ്ക് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതേപോലെ പീസുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ചെറിയൊരു സ്റ്റാൻഡ് പോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ എല്ലാ പീസിലും നമ്മൾ വാൾപേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഓവൻ വേണം, ഫ്രിഡ്ജ് വേണം എന്നെല്ലാം കണ്ടീഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടോയിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കഷ്ണം പീസും വെച്ച് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് വാൾപേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് റെഡ് കളറിലാണ് ഒട്ടിച്ചു കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ പ്രിൻ്റൊക്കെ കാണുന്ന കാരണം ആ പ്രിൻ്റുള്ള ഭാഗമൊക്കെ പറിച്ചെടുത്ത് കളഞ്ഞിട്ടാണ് റെഡ് കളറ് വാൾപേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ ഒരു പിടിക്കാനുള്ള ഒരു ഹാൻഡിലും ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓവനും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മുകൾ ഭാഗത്തെ ആ സെക്ഷനിൽ അതുപോലെ താഴ്ഭാഗത്തും ഒക്കെ വാൾപേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സിങ്ക് ആക്കാൻ വേണ്ടിയിട്ട് നൈനുക്കുട്ടിയുടെ ഒരു ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിലത്തെ ആ സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ആ റെഡ് കളറിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഒരു ബോർഡർ പോലെ വാൾപേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ പൈപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു ടോയ് പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ വേറൊരു പീസ് കാർഡ്ബോർഡിൻ്റെ റോള് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് അതും അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓവനും അതേപോലെ സ്റ്റാൻഡൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ചെറിയൊരു ബോർഡറും വെച്ചു. പിന്നെ ഫ്രിഡ്ജാണ് കേട്ടോ അടുത്ത് ഉണ്ടാക്കാൻ പോണേ. ഫ്രിഡ്ജ് ഉണ്ടാക്കാനായിട്ട് 2 നീളത്തിലുള്ള കാർഡ്ബോർഡ് പെട്ടി എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്ത് വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി കൊടുത്ത് ഡോറും വെച്ച് കൊടുത്തു. അതിന് 2 ഹാൻഡിലും വെച്ച് കൊടുത്തു. പിന്നെ ഓവൻ്റെ ഉള്ളിൽ ഒരു സിൽവർ കളർ തോന്നിക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്ത് അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ കയ്യിലുകളും സ്പൂണൊക്കെ കൊളത്തിയിടാനായിട്ടേ ഈ വോൾമ ഒട്ടിക്കണ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ആ ചുറ്റിലുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ആ ഒരു ഫ്ലവർ പോലത്തെ ഷേപ്പ് മാത്രമാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതും ഒരു സൈഡിൽ അങ്ങോട്ട് മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗത്തായിട്ട് നമ്മളൊരു ഡോറും അതിനൊരു കുഞ്ഞു പിടിയും അതൊരു പ്ലാസ്റ്റിക് കുപ്പിയുടെ മൂടിയാണ് കേട്ടോ, അതും വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അപ്പുറത്തെ സൈഡിൽ ഒരു കുഞ്ഞു കർട്ടനും ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കിച്ചൺ സെറ്റ് ഒരുവിധം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം ദിവസത്തെ എൻ്റെ കഷ്ടപ്പാടാണ് കേട്ടോ ഈ ഒരു കിച്ചൺ സെറ്റ്. ഇതിപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 6 മാസം പ്രഗ്നൻ്റ് ആണ്. ഇത് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതൊന്ന് തിരിഞ്ഞു നോക്കാനേ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇത് ഉണ്ടാക്കിയത്. ഇനി അടുത്തായിട്ട് എനിക്ക് ഈ ഒരു ഷോക്കേസിന് മേക്ക് ഓവർ ചെയ്തെടുക്കണമെന്നുണ്ട് കേട്ടോ. അതിന് താഴെയാണ് നമ്മളിത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ നൈനുകുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ തന്നെ ആൾ എല്ലാ കിച്ചൺ ഐറ്റംസും എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പഴയ കിച്ചൺ. അപ്പോൾ ഇതിൽ നിന്ന് പുതിയ കിച്ചണിൽ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.